മൈ ചാനൽ. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ആ തണുപ്പത്തിടുന്ന ഡ്രസ്സൊക്കെ വാടകയ്ക്ക് വാങ്ങി സിപ്പ് ലൈനൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഇതാ മഞ്ഞിൽ കളിക്കാൻ പോവാണ്. സ്നോ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നോ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നേരം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസൺ ടൈമിൽ വരുന്നതിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും ആ ഒരു കറക്റ്റ് ടൈമിൽ എത്താൻ കഴിയണമെന്നില്ല. പക്ഷേ ആ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. എൻ്റെ മോനെ പൊളി. ഞങ്ങളിതാ മഞ്ഞുമലയുടെ അടുത്തേക്ക് എത്താറായി. ഇത്രയും മഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ കാറിൽ വണ്ടിയിൽ ഇരിക്കുന്നതുകൊണ്ടാണോ അറിയില്ല, ആ തണുപ്പ് ഓവറായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ സ്നോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എമ്മാതിരി തണുപ്പാന്ന് പറയാം. ആ സമയത്ത് കാലൊക്കെ ഇങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. മഞ്ഞ് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ടൈമാണ്. ആ ഒരു സന്തോഷം അത്രയുണ്ടായിരുന്നു. മുന്നത്തെ ആ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും സന്തോഷത്തിലാണ് കേട്ടോ. മഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. അവരെല്ലാവരും ഇതാ മഞ്ഞിലേക്ക് ഇറങ്ങി കളിക്കാൻ പോകാറുണ്ട്. എനിക്ക് ഈ വീഡിയോ ഞാൻ എവിടെ ഫോൺ വെച്ചാലും അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം അടിച്ചിട്ട് ആ മല നന്നായിട്ടൊരു ഗോൾഡൻ കളർ പോലെ ഉണ്ട്. ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമല അങ്ങനെ മഞ്ഞിങ്ങനെ ഒരുപാടായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അത്രയും സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ മഞ്ഞ് കൈകൊണ്ട് തൊട്ടു. ആ ഒരു സന്തോഷം എത്രയാണെന്നെങ്കിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അറിഞ്ഞില്ല. One, two, start! Oh, what a nice feeling, yeah. എല്ലാവരും ഇതാ മഞ്ഞിലേക്ക് ഇറങ്ങി മഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ മഞ്ഞ് കയറിയിട്ട് എന്താ പറയുക, കാലൊക്കെ ഫ്രീസ് ആവുക, അതേപോലെ നടക്കാൻ പറ്റുന്നില്ല, കാല് വെക്കുമ്പോഴത്തേന് വീഴാൻ പോവുക, അതേപോലെ മഞ്ഞ് കയറിയിട്ട് കാലൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും മഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷമല്ലേ. കുറേ നേരം മഞ്ഞിൽ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞ് കണ്ടതിൻ്റെ. ഞങ്ങളെല്ലാവരും കൂടെ ഷാഹിനതാ മഞ്ഞിലിട്ട് മൂടുകയാണ് കേട്ടോ. എൻ്റെ പ്രതികാരം ഞാനിവിടെ നൈസായിട്ട് വീട്ടിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കണ കുരങ്ങനാണ് ഇവൻ. അപ്പം ഇവൻ്റെ മേലൊക്കെ മഞ്ഞിട്ട് മൂടിയിട്ടുണ്ട്. എന്റെ പ്രതികാരം ഇവിടെ തീർന്നു. ഇഷ്ടപ്പെട്ടിടുമ്പോ തടയുന്നു. അയ്യോ നമ്മൾ
എനിക്കാണെങ്കിലും മഞ്ഞിൽ കളിക്കും വേണം, പക്ഷേ ഈ ഗ്ലൗസ് ഒന്നിനും സമ്മതിക്കണില്ല. ഗ്ലൗസ് ഊരും, ക്യാമറ ഓണാക്കും, ഓഫാക്കും, പിന്നെയും ഗ്ലൗസ് ഇടും. തണുത്തിട്ടാണെങ്കിൽ ഗ്ലൗസ് ഇടാണ്ടക്കാനും പറ്റൂല. പക്ഷെ ഞാൻ മഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിട്ട് കളിച്ചു. പിന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം ഇവിടെ അല്ല കേട്ടോ, കുറച്ചും കൂടെ മേലേക്ക് നടന്നു പോകണം. ഇവിടെ ഞങ്ങൾ മഞ്ഞ് കണ്ട സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങിയതാണ്. പിന്നെ കയ്യിൽ മഞ്ഞ് വാരിയിട്ട് കിട്ടണില്ല, ഗ്ലൗസ് ഇട്ടിട്ട് മഞ്ഞ് വാരിയിട്ട് കിട്ടണില്ല. പക്ഷെ പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയ ഒരു ഏരിയയിൽ അധികം വെളിച്ചോ വെയിലോ കാര്യമൊന്നുമില്ല. ഓപ്പോസിറ്റ് ആ മലയുടെ ഭാഗത്താണ് അത്രയും വെയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാണ്. പക്ഷെ എന്നാലും നമ്മുടെ സന്തോഷമല്ലേ. എൻ്റെ ഫോണിൻ്റെ വീഡിയോ ആണെങ്കിൽ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. മണാലി വന്നത് പുറത്താണോ? മണാലി വന്നത് വെറുത്താണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. കുറച്ചാണ്ട് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് ചെയ്യാൻ പോണത് ഒരു ടയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവർ കയറ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതിലിരിക്കുന്ന സമയത്ത് ആ കയറങ്ങോട്ട് വിടുമ്പം എന്താ പറയുക, നമ്മൾ താഴേക്ക് ഇങ്ങനെ കീഞ്ഞ് പോകണം ചെയ്യുക. ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ടീച്ചേഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്യാമേട്ടൻ പറഞ്ഞു. അപ്പം അവരൊക്കെ താഴെ വരുന്നുള്ളൂ, ടീച്ചേഴ്സിന് എന്തോ ബുദ്ധിമുട്ടായിട്ട്. അപ്പം ഞാനും നേഹയും കൂടെ മേലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ വീണ്, 2-3 പ്രാവശ്യം വീണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ വഴി കൂടിയാണ് താഴേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. ഈ ടയർ കൂടെ കയറണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ പൈസ കൊടുക്കണം. അതുകൊണ്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട്. അതുകൂടെ ഞാനും നേഹയും സിനാനും കൂടെ അങ്ങനെ പോവാണ്. അതെന്താ വെച്ചാൽ അവിടെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ഐസ് അത്യാവശ്യം കട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. 3 വീഴ്ച വീണ്. അടുത്തത് ഞാൻ അവിടെ പിന്നെയും വീണ്. എന്താ വെച്ചാൽ കാല് ഫ്രീസാവാണ്, നടക്കാൻ കഴിയണില്ല. അപ്പം തെന്നിപ്പോയി, അതിലങ്ങോട്ട് വീണുപോയി. ഊരിയും കുത്തിയിട്ടാണ് ഞാൻ വീണത്. അത്യാവശ്യം നല്ല വേനണ്ടിന്. അതും പോലെ ഞാൻ ട്രിപ്പിന് വേണ്ടി മാത്രം വാങ്ങിയൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിന്, അതാണെങ്കിൽ പൊട്ടി 2 കഷ്ണമാവും ചെയ്തു. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് എനിക്ക് തീരെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം വേദന സഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇത് തീരെ പറ്റണില്ല. കാലും ഫ്രീസാവുക, കാല് പൊട്ടുകയും ചെയ്തു, ചോരയും വരുന്നുണ്ട്. എനിക്ക് ഒന്നിനും പറ്റണില്ല. ഞാനാണെങ്കിൽ എന്തെങ്കിലും സങ്കടം വന്ന് ആരും മുന്നിലും കരയുന്നത്, വല്ല ബാത്റൂമിലും കയറിയിരുന്ന് കരയണം ഞാൻ. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ കരയുന്നുണ്ടാവും. സംഭവം തീരെ വേദന സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ്. നല്ലൊരു വീഴ്ച ആയതുകൊണ്ട് വീഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ആക്ടിവിറ്റി ഞാൻ ചെയ്തില്ല. വേഗം ഞാൻ വണ്ടിയിലേക്ക് പോയിരിക്കുക എന്നുള്ളത് അത്ര ആ ഒരു മൈൻഡിലായിപ്പോയി, വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയത്. ആ സമയത്ത് തണുത്ത് വിറക്കായിരുന്നു. ഞാനും അശ്വം ഒരേ അവസ്ഥയിലാണ്. എൻ്റെ പല്ലൊക്കെ അങ്ങനെ കോടുകയാണ്. എനിക്ക് തീരെ സഹിക്കാൻ പറ്റണില്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഹോട്ടലിലെത്തി ഫ്രഷ് ആയതിനു ശേഷം ഞാൻ പെയിനിനുള്ള സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ശേഷമാണ് ഇവിടേക്ക് താഴേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ അഷിക്ക് നന്നായിട്ട് വേദന ഉള്ളതുകൊണ്ട്, വയ്യാതെ പനിയൊക്കെ ആയതുകൊണ്ട് അഷി മേലെ റൂമിൽ കിടക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് അത്യാവശ്യം വേദന കുറഞ്ഞു. കാരണം ആദ്രേച്ചി പെയിനുള്ള സ്പ്രേ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്കിയതുകൊണ്ടാവും അത്യാവശ്യം വേദനയൊക്കെ കുറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും അന്താക്ഷരിയൊക്കെ കളിച്ചു. ആണെങ്കിൽ ക്രിസ്മസ് ആയിരുന്നു. പിന്നെ 31 ഡിസംബർ 31 എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പം അതുകൊണ്ട് ഞാനും ടീച്ചേഴ്സും എല്ലാവരും കൂടെയാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നാളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകണമെന്നുള്ളതൊക്കെ ഞങ്ങളെ ഗൈഡ് പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി.
ഇനി നാളെ നമ്മുടെ മണാലിയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ യാക്കിൻ്റെ മേലെ കയറുന്നുണ്ട്, മണാലിയിലെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.